നോമ്പിൽ ഇന്ന് 29-ാം ദിവസം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വേദഭാഗത്തെ അടിസ്ഥാനമാക്കി നോട്ടം എന്ന വിഷയത്തെ അധികരിച്ചാണ് നാം ധ്യാനിക്കുന്നത്. യേശു ശബത്തിൽ ഉപദേശിക്കുകയാണ്. ശബത്ത് സ്വസ്ഥതയുടെ, പൂർണ്ണതയുടെ, വിമോചനത്തിൻ്റെ അടയാളപ്പെടുത്തലാണ്. എന്നാൽ സ്വസ്ഥത പ്രഘോഷിക്കുന്ന ഈ ആചരണവേളയിലും ജീവിതത്തിൻ്റെ കാഠിന്യമേറിയ അനുഭവങ്ങളിൽ നിവർന്നു നിൽക്കുവാൻ സാധിക്കാത്ത അനേകം ജീവിതങ്ങളുടെ പ്രതിനിധിയാണ് കൂനുബാധിച്ച സ്ത്രീ. ഒരു ജനസമൂഹത്തിൻ്റെ മധ്യത്തിൽ നിവർന്നു നിൽക്കുവാൻ സാധിക്കാതെ ഇരിക്കുന്ന ഈ സ്ത്രീയെ അവളുടെ ശരീരത്തിൻ്റെ സൗഖ്യത്തിലേക്കും ജീവൻ്റെ വീണ്ടെടുപ്പിലേക്കും യേശു നയിക്കുന്നത് ഈ വേദഭാഗം വ്യക്തമാക്കുന്നു. ശബത്തിൻ്റെ ആചരണം കെങ്കേമമായി ഇവിടെ നടക്കുന്നുണ്ട്. ഈ ആചരണവേളയിലാണ് യേശുവിൻ്റെ നോട്ടം ഈ സ്ത്രീയിൽ പതിയുന്നത്. തന്മൂലം അവൾക്ക് സൗഖ്യം ലഭിക്കുന്നതും. യേശുവിൻ്റെ നോട്ടം എല്ലായ്പ്പോഴും സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ആഴമായി സ്പർശിക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന അനുഭവങ്ങളായിരുന്നു. ആ നോട്ടത്തിൽ ആർദ്രതയും മനസ്സലിവും ഉൾച്ചേർന്നിരുന്നു. ആ നോട്ടത്തിൻ്റെ ആത്മാർത്ഥതയും അന്തസ്സത്തയും ലക്ഷ്യവും പള്ളിപ്രമാണിയുടെ പോയിൻ്റ് ഓഫ് ഓർഡറിനെ മറികടക്കുന്നതാണ്. ആചരണങ്ങളും ആഘോഷങ്ങളും മനുഷ്യജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വഴി നയിക്കുന്ന ഗൗരവപൂർണമായ ചില നോട്ടങ്ങളിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു. പുരോഹിതൻ്റെയും ലേവ്യൻ്റെയും വഴിയാത്രയിൽ കണ്ടിട്ടും നോട്ടമെത്താത്ത ഇടത്തേക്കാണ് ശമര്യക്കാരൻ്റെ നോട്ടം ഒരുവൻ്റെ സൗഖ്യത്തിലേക്ക് വഴി തുറക്കുന്നത്. ഈ നാളുകളിൽ ഇന്ത്യ മുഴുവൻ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന വിഷയമാണ് മണിപ്പൂർ സംഭവം. എല്ലാവർക്കും മണിപ്പൂർ സംസാര വിഷയമാണ്. ഈ വിഷയത്തിൻ്റെ വ്യത്യസ്ത മാനങ്ങൾ നാം അനുദിനം മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ കാഴ്ചയ്ക്കപ്പുറം ഈ വിഷയത്തിൻ്റെ വ്യത അനുഭവിക്കുന്ന ജനത്തിന്മേലും അവരുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ മേലും മനസ്സലിവോടെയുള്ള നോട്ടമാണ് മാർത്തോമാ സഭയെ ഈ കുഞ്ഞുങ്ങളെ കേരളത്തിൽ കൊണ്ടുവന്ന് സഭയുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുവാൻ പ്രേരിപ്പിച്ചത്. ഇത് ജീവൻ്റെ പാതയിലേക്കുള്ള വഴി തുറക്കലാണ്. യേശു നോക്കിയതുപോലെ നോക്കുവാൻ, അവൻ ഇടപെട്ടതുപോലെ ഇടപെടുവാൻ, അവൻ പുലർത്തിയ ആർദ്രത നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുവാൻ നമുക്കും പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.